മനുഷ്യൻ സർവ്വലോകവും നേടിയാലും ആത്മാവിനെ നഷ്ടപ്പെടുത്തുന്നുവെങ്കിൽ അവനെന്ത് പ്രയോജനമെന്ന് കർത്താവ് പറയുന്നുണ്ട്. ഇതൊരു തീർത്ഥാടന കാലമാണ് ഓരോ വിശ്വാസിയുടെയും ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം. രക്ഷയുടെയും വീണ്ടെടുപ്പിൻ്റെയും അനുഭവത്തിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ് നമുക്കുള്ളതായ വിളിയും നിയോഗവും. പ്രിയമുള്ളവരെ, ക്രിസ്തുവിൻ്റെ വിളി ഒരു മനുഷ്യൻ്റെ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ അന്ന് വരെ ഉണ്ടായിരുന്ന ജീവിതഗതികളെ മുഴുവനായിട്ട് മാറ്റിമറിക്കുന്നു എന്നുള്ളത് ഇവിടെ ഈ അപ്പോസ്തലന്മാരുടെ ജീവിത പന്ഥാവിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അത്തിവൃക്ഷത്തിനടിയിൽ തണൽ കാഞ്ഞിരിക്കുമെന്നായിരുന്നില്ല, അവിടെയായിരുന്നു ഈ സംവാദങ്ങളും അവിടെയായിരുന്നു ഈ പഠനങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ക്രിസ്തു പറയുന്നത്, നീ അത്തിപ്പഴ വൃക്ഷത്തിനടിയിലായിരുന്നപ്പോൾ ഞാൻ നിന്നെ കണ്ടു. പ്രിയമുള്ളവരെ, മനുഷ്യൻ കാണാത്ത ഇടം, മനുഷ്യൻ്റെ ഒറ്റപ്പെട്ട നിമിഷങ്ങൾ, എല്ലാവരും ഉപേക്ഷിച്ചു എന്നുള്ളതായ തോന്നൽ, എല്ലാവരും പരിഹസിക്കപ്പെട്ടു എന്നുള്ളതായ തോന്നൽ, ഞാൻ ഒന്നുമല്ല എന്നുള്ളതായ തോന്നൽ, പരാജയഭീതിയിലായിരിക്കുമ്പോഴുള്ള വഴിവിട്ട ചിന്തകൾ, ഇവിടെയെല്ലാം നമ്മൾ പ്രാർത്ഥനാപൂർവം ദൈവത്തോട് ചേർന്ന് നിൽക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിൻ്റെ കണ്ണിൽ നിന്ന് ഒന്നും മറഞ്ഞിരിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് നഥാനിയേലിനെ കുറിച്ച് ക്രിസ്തു പറയുന്നതിൽ നിന്നും എനിക്കും നിങ്ങൾക്കും തരുന്നതായ വലിയ ഒരു സന്ദേശമെന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, കുറ്റപ്പെടുത്താനല്ല, രക്ഷിക്കാനാണ് ദൈവം നമ്മെ കാണുന്നത്. രക്ഷയുടെയും വീണ്ടെടുപ്പിൻ്റെയും അനുഭവത്തിലൂടെ ഇതിലും വലിയ കാര്യങ്ങൾ നീ കാണും എന്ന് പറഞ്ഞ് നഥാനിയേലിനെ ദൈവം ബലപ്പെടുത്തുന്നുണ്ട്. വിശ്വാസം എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിക് അനുഭവമല്ല. വിശ്വാസം എന്ന് പറയുന്നത് ഒരു യാത്രയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ യാത്രയ്ക്ക് ഈ ഇടവക, ഈ സഭ, ഈ വിശ്വാസം നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നു വിശ്വാസത്തിൻ്റെ അനുഭവത്തിലേക്ക്. പ്രിയമുള്ളവർ,